എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു കാര്യം പറയാനാണ്. ഇന്ന് ഞാൻ പുറത്തിങ്ങനെ പോയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് ചോദിച്ച്, നിൻ്റെ പിതാവിൻ്റെ സ്ട്രഗിളിനെ കുറിച്ച് നീ ഒരു ബുക്ക് എഴുതുകയാണെങ്കിൽ ആ ബുക്കിലുള്ള അവസാനത്തെ വരി എന്തായിരിക്കും എന്നും പറഞ്ഞിട്ട് എന്നോടൊരു കൂട്ടുകാരൻ ചോദിച്ച്. അപ്പോൾ ഞാൻ എന്നോടൊരു പറഞ്ഞൊരു മറുപടി ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. അതൊക്കെ കമൻറ്റിൽ നിങ്ങളൊന്ന് അറിയിക്കും. അവനോട് പറഞ്ഞൊരു വാക്ക്, അതിനൊരു അവസാനം ഉണ്ടാവില്ലടാ മുത്തേ. കാരണം ഓർമ്മ വെച്ചതിൽ പിന്നെ ആ മനുഷ്യനെ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി തുടങ്ങിയാൽ അവസാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും അതിലൊരിക്കലും എഴുതാൻ മറക്കാത്ത ഒരു കാര്യമുണ്ട്, ഒരു വരി. ആ വരി ഞാൻ നിനക്ക് പറഞ്ഞിരട്ടെ എന്നും പറഞ്ഞ് ഞാൻ അവനക്ക് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തു. മെഴുകുതിരി പോലെ ഉരുകിത്തിരിയുന്ന ആയുസ്സിൽ ഒരു ദിനം പോലും ആ മനുഷ്യൻ അയാൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ടില്ല, ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടുമില്ല. ഞാനടങ്ങുന്ന എൻ്റെ കുടുംബത്തിന് വെട്ടമായിട്ട് മാറുക എന്ന സന്തോഷത്തിനപ്പുറം അയാൾക്ക് വേണ്ടിയിട്ടൊന്നും അയാൾ ചെയ്തിട്ടില്ല. അവരോളം വലിയ ഒരു ത്യാഗിയായിട്ടുള്ളൊരു മനുഷ്യനെ ഞാൻ ഈ ദുനിയാവിൽ നിന്ന് കണ്ടിട്ടില്ല, ഇനി കാണൂല്ല. ഉറപ്പാണ് അല്ലേ? നമ്മളൊക്കെ നമ്മുടെ വാപ്പാക്ക് അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ പിതാവിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് തീരാത്ത ഒരു കടൽ പോലെയാണ്. കാരണം അത്രത്തോളം നമ്മളെ നോക്കി, അത്രത്തോളം നമ്മളെ വളർത്തി, നമ്മളെ സ്നേഹിച്ച്, സ്വന്തം ശരീരത്തിനേക്കാൾ കൂടുതൽ നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ ഉമ്മയും വളരണം, അവരെ സന്തോഷിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ ഒരുപാട് ആഗ്രഹിച്ച് നടത്തി, ഒരുപാട് ആഗ്രഹിച്ച് നോക്കി. സത്യമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ വന്ന് അറിയിക്കുക. ഇതുപോലെയുള്ള മോട്ടിവേഷൻ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ, ഇതുപോലെയുള്ള വീഡിയോസുകൾ ഇനിയും വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി. ഓക്കെ, ബൈ.